ഓണത്തിൻ്റെ സമയത്താണല്ലോ നമ്മളെ കോഴിക്കോട് ലുലു മാൾ ഓപ്പൺ ആയത്. അപ്പോൾ ഓണത്തിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങളൊന്ന് ലുലു മാൾ പോയതാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും ഉണ്ട്, ഫാമിലി മൊത്തം ഉണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഒരു 10-11 മണിയൊക്കെ ആയപ്പോൾ 11 മണിയൊക്കെ ആയ സമയത്ത് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നല്ല വെയിലായിരുന്നു കേട്ടോ ഞങ്ങളവിടെ എത്തിയ സമയത്ത്. ചെന്ന സമയത്ത് ഇക്കാക്ക പറഞ്ഞു നമുക്ക് എല്ലായിടും ഫുള്ളൊന്ന് കണ്ട് കറങ്ങി അടിച്ച് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ എന്നാൽ തീരുമാനിച്ചു എല്ലായിടത്തും പിന്നെ നടന്ന് കാണാമെന്ന് വിചാരിച്ചു. ചെന്ന സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സുഖമായിട്ട് തിക്കും തിരക്കില്ലാതൊക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ പറ്റിട്ടോ. എസ്കലേറ്ററിൽ കയറുന്ന സമയത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്കിത് എന്നും എക്സ്പീരിയൻസ് ഒന്നും ഉള്ളില്ല കയറിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇറങ്ങണ സമയത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം വീഴാൻ പോകുമോ, നമ്മളോരോ വീഡിയോസൊക്കെ കണ്ടിട്ട് വീഴാൻ പോകുമോ എന്നുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതൊന്നും വലിയ കുഴപ്പമില്ലാതെ ഇറങ്ങിട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനം കേട്ടോ ഹാൻഡ് ബാഗ്. ഹാൻഡ് ബാഗ് കണ്ടാൽ ഞാൻ അവിടെ കുറച്ച് നേരം നിന്ന് പോകും. എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം ഈ ഹാൻഡ് ബാഗാണ്. ഒരുപാട് സമയം ഞങ്ങൾ ചിലവഴിച്ചത് ചെരുപ്പിൻ്റെ സെക്ഷനിലാണ് കേട്ടോ. എല്ലാ ചെരുപ്പും നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷേ നല്ല കൂടുതൽ ഇഷ്ടമായ ചെരുപ്പുകൾക്കൊക്കെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു. 2000 സംതിങ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല ഇഷ്ടപ്പെട്ട ചെരുപ്പുകൾക്ക്. പിന്നെ ഒന്ന് കുറഞ്ഞത്, പിന്നെ അതിൻ്റെ ചെറിയ വില നോക്കിയത് 1000 സംതിങ്ങിൻ്റെ ഒക്കെയാണ് പിന്നെ കണ്ടത്. പിന്നെ അപ്പോൾ അത് അവിടെ നിന്നൊന്നും അങ്ങനെ ചെരുപ്പെടുത്തില്ല. ലാസ്റ്റ് ഇവിടെ നോക്കിയിട്ട് പിന്നെ എടുത്തത് പൊന്നൂന് ഒരു ക്രോക്സ് എടുത്തു, മിന്നുവിൻ്റെ ഒരു ക്രോക്സ് എടുത്തു കേട്ടോ. അത് വലിയ റേറ്റ് ഇല്ലാത്തതാണ് എടുത്തത്. ചെരുപ്പിൻ്റെ ഫ്ലോറിൽ നിന്ന് പിന്നെ പോന്നിട്ട് മുകളിലത്തെ ഫ്ലോറിലേക്കാണ് പിന്നെ പോയത്. അവിടെ പിന്നെ ഈ കുട്ടികൾക്ക് കളിക്കാനുള്ളത്, ഭക്ഷണം കഴിക്കാനുള്ളത്, പിന്നെ അങ്ങനെയൊക്കെ ഉള്ളത്. മിന്നുവിന് പിന്നെ ഫസ്റ്റ് മിന്നു കയറിയത് ഇതാണ് കേട്ടോ. പിന്നെ സ്വത്തു ഗെയിമിലേക്കാണ് പോയത്. പിന്നെ സ്വത്തുവിന് ഗെയിമിനോടായി താല്പര്യം. സ്വത്തുവിന് പൊതുവെ പിന്നെ ഗെയിമിനോടാണ് താല്പര്യം. ഇത് ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ക്യൂട്ടായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. നല്ല രസമുണ്ടായിരുന്നു അത് ഇങ്ങനെ. പിന്നെ പുതിയ ഇതല്ലേ, വണ്ടികൾക്കൊക്കെ ഭയങ്കര തിളക്കമുണ്ടായിരുന്നു. സ്വത്തുവിന് ഇതിനോടാണ് കമ്പം. അപ്പോൾ ഓന് ഗെയിം കളിച്ചുകൊണ്ടിരുന്നു. പിന്നെ മിന്നു കയറിയത് ഇതിലാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അവിടുത്തെ സെറ്റിങ്സും കാര്യങ്ങളായാലും അടിപൊളിയായിരുന്നു. പിന്നെ മിന്നു ചിരിച്ച് വരുന്നുണ്ട്. അടിപൊളിയായിരുന്നു കേട്ടോ. അതിന്മേൽ കയറിയപ്പോൾ എന്തോ അവൾക്ക് നാണം വന്നു. പിന്നെ അത് 2 മിനിറ്റ് അത്ര കൊള്ളു കേട്ടോ. അല്ലാതെ തോന്നെ നേരം ഒരു 10 മിനിറ്റൊന്നുമില്ല. ഇതിങ്ങനെ മുകൾക്കും താഴത്തേക്കും ആങ്ങിക്കൊണ്ടിരിക്കുക. പിന്നെ ഈ ഒരു ഇതിലാണ്. പിന്നെ ഇതിൽ പൊന്നൂനോട് കയറാൻ പറഞ്ഞു, പൊന്നു കയറിയില്ല. സ്വത്തും മിന്നും മാത്രം. ഭയങ്കര രസമായിരുന്നു കേട്ടോ. അവിടെ എല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ ഉള്ള ഓട്ടം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു വയസ്സൊക്കെ കഴിഞ്ഞ മക്കൾക്കുള്ള ഇത് കേട്ടോ. അത് അടിപൊളിയായിരുന്നു കാണാൻ. പിന്നെ ഇത് കിട്ടിയില്ല കേട്ടോ. സംഭവം അതെങ്ങനെയാണെന്നുള്ളത് കറക്റ്റായി ഞങ്ങൾക്ക് ആർക്കും അറിയാത്തതുകൊണ്ട് ബൊമ്മ കിട്ടിയില്ല. അത് മിസ്സായി. അത് സാധനമൊക്കെ ഇറുക്കാനുള്ളത് എങ്ങനെയാണെന്ന് അറിഞ്ഞില്ല. ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഗെയിം ഒരു വട്ടം കളിച്ചാൽ പിന്നെ കളിക്കാൻ പറ്റില്ല, അങ്ങനെയാണ്. അതുകൊണ്ട് അത് ഫ്ലോപ്പായി അവിടെ. പിന്നെ മിന്നു കയറിയ ഇതിലായിരുന്നു ഒരു മണിക്കൂറത്തെ സമയമുണ്ട് കേട്ടോ ഇതിൽ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് മിന്നുവിന് കൂടുതൽ ഇഷ്ടപ്പെട്ടത്, പന്തൊക്കെ ഉള്ളത്. അതിൽ കുറേ നേരം കളിച്ചു. പിന്നെ ഞങ്ങൾ ഈ ഒരു സംഭവത്തിൽ കയറി. കണ്ണിൽ അതിന് പേരെന്താണെന്നൊക്കെ അറിയില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം അതിൽ കയറുന്നത്. നമ്മളിപ്പം ഗെയിം കളിക്കണ മാതിരി പോണതാണ് സംഭവം. എങ്ങനെയാണെന്നുള്ളത് ഫുള്ളായിട്ട് അറിയില്ല. സ്റ്റെപ്പുമ്മ കൂടെ കയറിയിട്ട് ഈ സീറ്റിൽ ഞാനിരുന്നു. ഞങ്ങൾ 3 പേരേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ അറിയാത്തൊരു കുട്ടിയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഞാനും പൊന്നും മാത്രം. ഞങ്ങൾ 2 കണ്ണടയൊക്കെ ഞങ്ങൾക്ക് വെച്ച് തന്നു കേട്ടോ. ഞങ്ങളങ്ങനെ അത് വെച്ച് ഇരുന്നു. പിന്നെ 1 മണിക്കൂറൊന്നും മിന്നുവിനെ അവിടെ നിർത്തിയില്ല കേട്ടോ. ഒരു 15 മിനിറ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ മിന്നുവിനെ പുറത്തിറങ്ങി. മിന്നുവിന് വെള്ളത്തിന് ദാഹിക്കുന്നുണ്ട് പറഞ്ഞിട്ട് പോന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ കളിച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി. പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ നടന്ന് കണ്ട്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസ് മേടിച്ചു. പിന്നെ ഇങ്ങനെ കഷ്ണം വെട്ടിയിട്ടുണ്ടായിരുന്നു. അതിന് നമുക്ക് വേണ്ട സെലക്ട് ചെയ്തെടുത്തു. പിന്നെ സലാഡ് മേടിച്ചു. പിന്നെ ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഫുഡിൻ്റെ കിച്ചണിൻ്റെ അവിടെയാണ്. അവിടുന്ന് മേടിച്ച് ഞങ്ങളൊരു ഹൈദരാബാദി ബിരിയാണി മേടിച്ചു. പിന്നെ അവിടുന്ന് മേടിച്ചത് പിന്നെ നമ്മൾ
ഞാൻ അവിടുന്ന് മേടിച്ചത് ഷവർമ്മയാണ് കേട്ടോ. ഷവർമ്മ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പാസ്ത മേടിച്ചിട്ട് എന്താ ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. അങ്ങനെ പാസ്ത മേടിച്ചു. പിന്നെ ഫ്രഷ് ജ്യൂസ് മേടിച്ചു. ഇതൊക്കെയാണ് അവിടുന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്നുള്ള പ്ലാനിലാണ് കേട്ടോ ഇത് കുറച്ച് ഐറ്റംസ് മേടിച്ചത്. പിന്നെ ഒരു ഫേസ് വാഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്കാക്ക തലയിൽ തേക്കാനൊരു ജെല്ല് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഏതാണെന്നുള്ളത് എനിക്കറിയില്ല. ഇതൊക്കെയാണ് അവിടുന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളിങ്ങനെ സ്വീറ്റ്സൊക്കെ ഇങ്ങനെ നടന്ന് കണ്ടു കേട്ടോ. പിന്നെ ഒരു ഫേസ് വാഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇക്കാക്ക തലയിൽ തേക്കുന്ന ഒരു ജെല്ലി, അത് ഏതാ കമ്പനി എന്നൊന്നും എനിക്കറിയില്ല, ഒരു സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അങ്ങനെ ഉച്ചയ്ക്ക് പുറത്തിറങ്ങുന്ന സമയത്ത് നല്ല തിരക്ക് പറഞ്ഞാൽ ഒരാളെ കാണാതെ അവിടുന്ന് കാണൂല. പിന്നെ അത്ര തിരക്കുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞാനും അജും കുട്ടികളൊക്കെ കൂടെ പുറത്ത് നിന്നു. ഇക്കാക്ക ബില്ലിട്ടിട്ട് ഇക്കാക്ക പിന്നെയാണ് കേട്ടോ വന്നത്. തിരിച്ചിറങ്ങിയപ്പോൾ ബാത്റൂമിൽ കയറിയപ്പോൾ പൊന്നൂന് ഇങ്ങനെ ഒരു പൂതി, ഇത് കണ്ടപ്പോൾ ഒരു പൂതി. അപ്പോൾ അത് അങ്ങനെയൊക്കെ ചെയ്തു കേട്ടോ അതിൻ്റെ ഉള്ളിൽ നിന്ന്. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി നിന്ന് മേടിച്ച ഫുഡും കാര്യങ്ങളൊക്കെ വണ്ടിയിലിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ പുറത്തിറങ്ങി. ഞങ്ങൾ പിന്നെ പുറത്തിറങ്ങുന്ന സമയത്ത് ഭയങ്കര വെയിലുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ദൂരം പോലെ കേട്ടോ. അങ്ങോട്ട് കയറുമ്പോൾ വലിയ ദൂരം തോന്നിയില്ല. ഞങ്ങൾ മുൻവശത്ത് കൂടെ അല്ലേ കയറി, അപ്പോൾ വലിയ ദൂരം തോന്നിയില്ല. പക്ഷേ പോരുന്ന സമയത്ത് നല്ല ദൂരമായിട്ട് തോന്നി കേട്ടോ. പിന്നെ ഞങ്ങൾ എന്താട്ടി മേടിച്ച നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മേടിച്ച സാധനങ്ങളൊക്കെ അവിടെ നിന്നിട്ടല്ല വണ്ടിയിൽ നിന്ന് കഴിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ റഹ്മത്ത് ഹോട്ടലിലെത്തിയത്. അങ്ങനെ അവിടെ ഞങ്ങൾ വെയിറ്റിങ്ങിലാണ് കേട്ടോ. എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 5 ആളാണ് കേട്ടോ. 5 അല്ല 6 ആളാണ്. പിന്നെ അപ്പോൾ ഞങ്ങൾ ഓരോ 6 ആൾ പോന്നാൽ ഞങ്ങളെ 6 ആളും കയറ്റി അങ്ങനെയാണ് കേട്ടോ. അവിടെ 2 മണിയായാലും അവിടെ ഭയങ്കര തിരക്ക്. അപ്പോൾ ഞങ്ങളെ വിളിച്ച് ഞങ്ങളങ്ങനെ കയറി പോയി ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഇവിടേക്കാണ് പോയത്, കോഴിക്കോട് ബീച്ചിലേക്കാണ് കേട്ടോ പോയത്. അവിടെ ചെന്ന് നോക്കുമ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ. നല്ല വെയിൽ വെച്ചാൽ അവിടെ നിൽക്കുക. പക്ഷേ അവിടെ നിന്ന് ഇങ്ങനെ തിരമാല അടിക്കണ കാരണം നമ്മൾ വെയിൽ അത്ര ഫീൽ ചെയ്യൂല, അത് അറിയൂല. പക്ഷേ എന്നാലും നല്ല വെയിലുണ്ടായിരുന്നു. ഞങ്ങൾക്ക് താങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ അവിടെയൊക്കെ പോയിന്ന് കുറേ നേരം നടന്നതൊക്കെ അല്ലേ, കുറച്ച് നേരമൊക്കെ നിന്നിട്ട് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം തന്നെ പൊന്നാനി പോയിട്ട് ഒരുപാട് നേരം നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്രാവശ്യമൊന്നും അങ്ങനെ നിന്നില്ല, ഒരുപാട് നേരം നിന്നില്ല. കുറച്ച് നേരമൊക്കെ സമയം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോന്നു. അപ്പം ഇനിയിപ്പോൾ പോണ സമയത്ത് ബ്ലോക്കും കാര്യങ്ങളും ഉണ്ടായാലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എളുപ്പം അവിടുന്ന് പോരുകയും ചെയ്തു കേട്ടോ. ബീച്ചിലാണെങ്കിലും ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല തിരക്ക് പറഞ്ഞാൽ നല്ല തിരക്കുണ്ടായിരുന്നു. അത് ഉച്ച സമയമാണെങ്കിലും ആൾക്കാർ ഇഷ്ടം പോലെ ആയിരുന്നു അവിടെ. അങ്ങനെ ഞങ്ങളൊരു 4 മണി സമയപ്പോൾ ഞങ്ങൾ അവിടുന്ന് പോന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് എളുപ്പം അങ്ങനെ പോന്നു. വെയിലായിട്ട് കുട്ടികളെ അത്ര നേരം നിർത്തണ്ട. പിന്നെ മിന്നുവിന് പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ, അപ്പോൾ തിരിച്ചു വരുമെന്ന് വിചാരിച്ച് ഞങ്ങളങ്ങനെ തിരിച്ചു പോന്നു. അപ്പോൾ 1 ഡേ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ബൈ കൂട്ടുകാരെ.